പിന്നെ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ഒരുപാട് മുന്നേറി. ഇന്ന് ഞാനിവിടെ ലീഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കോൺഗ്രസ്സുകാർക്ക് വളരെ വ്യക്തമായി അറിയാം. ആ സമയത്ത് അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരുപാട് ഇന്ന് നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാനൊന്നും ഇവർക്ക് പോകുന്നില്ലെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ന് ഒരുപാട് നെറികെട്ട രാഷ്ട്രീയങ്ങൾ ഒരുപാട് ഇവർ ചെയ്യുന്നുണ്ട്. ആദ്യം എന്നെ പരാജയപ്പെടുത്താൻ ഇവർ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഒരുപാട് കൊണ്ടുവന്ന് ഇവിടെ പ്രചരണം നടത്താൻ ശ്രമിച്ചു. അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ശ്രീ PJ കുര്യൻ തന്നെ ഇവിടെ വന്ന് 1-2 ദിവസം ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിച്ചു. അതും ഒരു നനഞ്ഞ പടക്കമായി മാറി. അത് കഴിഞ്ഞ് എൻ്റെ പിതാവായ ശ്രീ AK ആന്റണിയെ കൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ചെയ്യിപ്പിച്ചു. അതിലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇത് കഴിഞ്ഞാണ് ഇന്നലെ ഇവിടെ കേരള സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിമിനൽ, അതായത് പല CBI കേസിൽ പ്രതിയായി ജയിലിൽ പോയ ഇയാളെക്കുറിച്ച് ഞാൻ ഇന്നലെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം നിരവധി പ്രാവശ്യം അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന്, സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹം മോഷ്ടിച്ചതിന് അവസാനം ജയിലിൽ പോയൊരു വ്യക്തിയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കൊണ്ട് ഇന്ന് വളരെ നിലവാരം കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയാം. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ 10-12 വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കാര്യവും ഇങ്ങനെ സാഹചര്യവും എല്ലാം ഞാൻ ഇന്ന് വ്യക്തമായി പറയാൻ പോവുകയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ് എൻ്റെ ഫീൽഡുകളിൽ. ഞാനിവിടെ ആ നിലവാരം വെച്ച് പുലർത്തി ഇവിടെ വികസനം, ഇവിടെ അവസരങ്ങൾ, ഇവിടെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു പോസിറ്റീവ് രാഷ്ട്രീയമായിട്ട് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കെതിരെ നിൽക്കുന്നവർ അത് ഒരു രീതിയിലും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ല എന്നുള്ള വാശിയോടെ ഇന്ന് നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഈ PJ കുര്യനുമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് പറയാനുണ്ട്. ഞാനത് വളരെ വ്യക്തമായി ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ശ്രീ AK ആന്റണി എന്ന ഒരു വ്യക്തിയുടെ മകനായി ജനിച്ചതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരെയും ജനിച്ച അന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ്, കുര്യൻ സാർ ഉൾപ്പെടെ. അദ്ദേഹം എനിക്കൊരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷേ പല കാര്യങ്ങളും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം 10, 40, 50 വർഷമായി ഇത് വെറും കുതുകാൽ വെട്ടലിൻ്റെയും ചതിയുടെയും മാത്രം ഒരു കേന്ദ്രമായി കുറേ നാളായിട്ട് ഇതാണ്. ഇതിൽ വളരെ പ്രമുഖമായ 3-4 ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. 1900 ഏർലി 90s അന്ന് ലീഡർ ശ്രീ കരുണാകരൻ സാർ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ഇല്ലാത്ത കേസ് പറഞ്ഞ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞ് 2004 ശ്രീ AK ആന്റണി, അദ്ദേഹത്തെ പലരും കുതികാല് വെട്ടി രാജിവെപ്പിച്ചു. പിന്നെ 2013-14 സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം തുടർഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തിന്റെ കുതികാൽ വെട്ടിച്ച് ആ തുടർഭരണം ഇല്ലാതാക്കി. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 3 ഇൻസിഡൻസും, ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും ശ്രീ ആന്റണിയെ രാജിവെപ്പിച്ചതും ശ്രീ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള 1-2 പേരുണ്ട്, 2-3 പേരുണ്ട്. അതിലൊന്ന് ഈ ശ്രീ PJ കുര്യനാണ്. അതുപോലെ ശ്രീ PJ കുര്യൻ 2012 പിന്നെ മറ്റു കാര്യങ്ങൾ, ഞാൻ 2007 തൊട്ട് 2013 വരെ അമേരിക്കയിലാണ്. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ ബേ ഏരിയയിൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു സിസ്കോ, ഇന്റൽ, അതുപോലെ പല സിസ്കോ, ഇന്റൽ, ഒരു 4G ചിപ്പ് ഡിസൈൻ ഫേം, ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 2012 സമയത്ത് ആ സമയത്തൊക്കെയാണ് ഞാൻ ഒരു വെക്കേഷൻ പോലൊരു സമയത്ത് വന്നൊരു സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നപ്പോൾ ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ടു. ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, കുര്യൻ സാർ ഇത് ഡിനൈ ചെയ്യട്ടെ, അവിടെ ഇരുന്ന്, ഇപ്പോൾ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ നല്ല ഓർമ്മ കാണും. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ PJ കുര്യനാണ്. നന്ദകുമാർ എന്നെ വന്ന് കണ്ടു. അവിടെ വെച്ച് ശ്രീ PJ കുര്യനെ ഇദ്ദേഹം വിളിച്ചു തന്നു. കുര്യൻ സാറിൻ്റെ ആളാണെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത് ഈ നന്ദകുമാർ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാനൊക്കെ തുടങ്ങി. ഞാൻ കുര്യൻ സാറിൻ്റെ ആളാണെന്ന് വിചാരിച്ച് ഞാൻ ആ 4-5 ആഴ്ചക്കിടയിൽ 4-5 പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടു. പക്ഷെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഏതെങ്കിലും ഒരു ജഡ്ജിനെ അവിടെ പോസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു, ദയവേത് എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരരുത്, ഇതും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊരു വ്യക്തിയാണത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണത്. അല്ലാതെ ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞ് ഞാൻ മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് കുറച്ച് മാന്യതയുള്ള കാരണം മാത്രം ഞാൻ പറയാത്തതാണ്. കുര്യൻ സാറിനൊരു കേസുണ്ട്.
ഒരു കേസ് ഉണ്ടായിരുന്നു. വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് ഇത്. പിന്നെ പലരും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഈ നന്ദകുമാറാണ്. ഇത് ഞാൻ ഇന്ന് എൻ്റെ മാന്യത കാരണം ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല. വേറൊരു അവസരം വന്നാൽ ഞാനത് വ്യക്തമായി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാനെല്ലാം തരാം. പിന്നെ ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5 ആഴ്ചയിൽ ഒരുപാട് മുന്നേറി ഞാനിവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കുര്യൻ സാർ ഈ പത്തനംതിട്ട ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് മുമ്പ് റീഅറേഞ്ച്മെൻറ്റിന് മുമ്പ് ഈ ഏരിയയിലെ MP ഒക്കെ ആയിരുന്നൊരു വ്യക്തിയാണ്. 5-6 പ്രാവശ്യം ജയിച്ചൊരു വ്യക്തിയാണ്. ഈ ആൻ്റോ ആൻ്റണി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ PJ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച 52 വർഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഞാൻ ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ എന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നു. കുര്യൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആൻ്റോ ആൻ്റണി, ഇപ്പോൾ അനിൽ ആൻ്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഈ ആൻ്റോ ആൻ്റണി എന്ന് പറഞ്ഞ ഈ വ്യക്തി കുര്യൻ സാറിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് ഈ നെറുകെട്ടവർ കാണിക്കുന്നത് പോലെ നോൺ ക്രിമിനലായ ഒരാളെ കൊണ്ട് വ്യാജ വാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആൻ്റണിയെയും AK ആന്റണിയെയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യനും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇപ്പം ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നൊരു വ്യക്തിയല്ല. ഞാൻ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഈ ആൻ്റോ ആൻ്റണി. ഞാൻ പറഞ്ഞു, ഈ ആൻ്റോ ആൻ്റണി അദ്ദേഹം 3 ആഴ്ചകൾക്ക് മുമ്പ് തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ, ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത് വളരെ മോശമായൊരു കാര്യമായിപ്പോയി. പക്ഷേ ഈ ആൻ്റോ ആൻ്റണിയെ കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബാങ്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളെക്കുറിച്ച്, ബാങ്ക് കൊള്ളകളെക്കുറിച്ച് പറയുന്നുണ്ട്. കരിവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ളയെക്കുറിച്ച് പറയുന്നു. കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു. ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ LDFും UDFിലെയും പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഈ പത്തനംതിട്ടയിലുമുണ്ട് നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ മേലിക്കാവ് ബാങ്കിൽ ആൻ്റോ ആൻ്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക്, അവിടെ നിന്ന് 2 കോടി. ഇതുപോലെ ടീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആൻ്റോ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് കണ്ടലയും അതുപോലെ തന്നെ മറ്റേ കരിവണ്ണൂരുമൊക്കെ പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാട്ടാക്കാത്തത് ഈ ആൻ്റോ ആൻ്റണിയെയും PJ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണമാണ്. പക്ഷേ അനിൽ ആൻ്റണിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. ഈ പറയുന്ന മേലിക്കാവ് അത് 12 കോടി തട്ടിച്ചതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക്, ഇപ്പം ഇവർ പറയുന്ന പോലെ എനിക്കെതിരെ NIA കേസോ ഈ കേസോ ഒന്നുമില്ല. എനിക്കെതിരെ ആകപ്പാടെ ഉള്ളൊരു ഒരേ ഒരു കേസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹമാസിലെ ചില തീവ്രവാദികൾ, ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടനയിലെ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വെർച്വലി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. എനിക്കെതിരെ കേസ് വന്നു. അല്ലാതെ UPA സമയത്തോ NDA സമയത്തോ കഴിഞ്ഞ 20 വർഷമായിട്ട് 38 വയസ്സുള്ള ഞാനൊരു സ്റ്റാൻഫോർഡ് ബിരുദധാരി, ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തെ തറപരിപാടികൾ പോകേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അതുപോലെ എനിക്കെതിരെ ലോകത്ത് ഒരിടത്തും ഒരു കേസുമില്ല. ഇവർ പറയുന്നത് പോലെ NIA അന്വേഷണവും CIA അന്വേഷണവും ഒന്നും എനിക്കെതിരെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ ആൻ്റോ ആൻ്റണിയും കുടുംബവും ഈ മേലികാവിലെ 12 കോടി തട്ടിപ്പിന് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ളവരാണ്. അത് ആരൊക്കെയോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 3 ബാങ്കുകളുമുണ്ട്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിപ്പുകാരനായ ആൻ്റോ ആൻ്റണി
ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആന്റോ ആന്റണി, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ PJ കുര്യൻ, ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ AK ആന്റണിയെയും ഒരിക്കലും ചതിച്ച, ഇന്നലെ ശ്രീ AK ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച PJ കുര്യനും കൂടെ ചേർന്ന് ഈ PJ കുര്യൻ്റെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഈ നന്ദകുമാർ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അനുയായിയോട് കൂടി ഇന്ന് ചെയ്യുന്ന, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയില്ല, ബാക്കി PJ കുര്യൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അതെല്ലാം തെറ്റാണ്, ഇതെല്ലാം തെറ്റാണ്. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, ഇതെല്ലാം തെറ്റാണ്. ഇതെല്ലാം കുര്യൻ സാറിന്റെ വിദ്യയാണ്, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രിമിനലായ നന്ദകുമാറും ഈ തട്ടിപ്പുകാരനായ 5 വർഷമല്ലല്ലോ, 5, 10, ഞാൻ പറഞ്ഞല്ലോ, അതാ ഞാൻ ഈ നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്? 2012-ലും 2013-ലും ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ PJ കുര്യൻ വഴിയാണ്. ഈ രണ്ടുപേരും പറയുന്നതാണോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഹോണ്ട സിറ്റി കാർ ഞാൻ ഇയാൾ പറയുന്നതിന് കാരണം, ഞാൻ ഇന്ന് എൻ്റെ അസറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ഇതൊക്കെ വെറുതെ കെട്ടിച്ചുമന്ന് വെക്കുന്ന ഓരോ നുണകളാണ്. ഇല്ല, PJ കുര്യൻ കള്ളം പറയുകയാണ്. PJ കുര്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും, നന്ദകുമാറിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ കള്ളന്മാർ പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ എന്തിനാണ് ശ്രീ PJ കുര്യൻ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും AK ആന്റണിയെയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകിടന്ന AK ആന്റണിയെ എന്തിന് PJ കുര്യൻ 2004-ൽ ചതിച്ചു? ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത്? ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് AK ആന്റണിയുടെ പേരും കൊണ്ട് വരുന്നത് എന്തിനാണ്? ഇതെല്ലാം PJ കുര്യനോട് പോയി ചോദിക്കണം. ശ്രീ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആന്റണിയും 3 പേരും കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അത് ചരിത്രമാണ്. ശ്രീ PJ കുര്യൻ, ഞാനിന്ന് ഇവരെ കുറിച്ച് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ക്യാമ്പയിനിങ്ങിന്റെ നടുക്കാണ്. എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇലക്ഷൻ കഴിയുമ്പോൾ അത് ചെയ്യും. കാര്യം അടുത്ത 15 ദിവസം ഞാൻ ക്യാമ്പയിനിങ്ങിലാണ്. ഇവർ എൻ്റെ ക്യാമ്പയിൻ, ഞാനിവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് കാരണമാണത്. നിങ്ങളുടെ ഈ പ്രൊപ്പഗാൻഡയിലും ഈ അജണ്ടയിലും അനിൽ ആന്റണി വീടില്ല. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. നിരവധി CBI കേസിൽ പ്രതിയാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു വിഗ്രഹം മൂട്ടിച്ചതിന് ജയിലിൽ പോയൊരു വ്യക്തിയാണ്. ഇതുപോലെ ഒരു ആന്റി സോഷ്യൽ ന്യൂസൻസ് പറയുന്നത് കേട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു വരുന്നത്? അതുപോലെ ശ്രീ PJ കുര്യൻ, ഇവരുടെയൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി വളരെ വ്യക്തമാണ്. അതുപോലെ ഞാനിന്ന് ശ്രീ ആന്റോ ആന്റണിയെ കുറിച്ച് വളരെ വ്യക്തമായി 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൈക്കും പിടിച്ച് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഇല്ല. കാര്യം 4 ഞാൻ പറഞ്ഞു, 4 ബാങ്കുകൾ, മേലികാവ്, അതുപോലെ 4 10-16 കോടി ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനിയനുമായിട്ട് ബ്രദറുമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതിന് ഇദ്ദേഹത്തിനെതിരെ നിരവധി ആൾക്കാർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പോലും കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ അവരുമായിട്ടത് ചോദിക്കൂ. ഈ തട്ടിപ്പുകാരെല്ലാം ഞാനിവിടെ മുന്നേറുന്നു കാണുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഇന്ന് കാണിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം ഇവിടെ BJP ജയിക്കാൻ പോവുകയാണ്. ഇത് തടയാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഒരു കാര്യവുമില്ല. ഇപ്രാവശ്യം അനിൽ ആന്റണി ഇവിടെ ജയിക്കും. അതെ. ഇത് PJ കുര്യനും നന്ദകുമാറും ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ചതിച്ച PJ കുര്യൻ, PJ കുര്യൻ ഇന്നലെ AK ആന്റണിയെ ഒരിക്കലും കൂടെ ചതിക്കാനാണ് ശ്രമിച്ചത്. ആ പ്രസ് കോൺഫറൻസ് നടത്തി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഈ PJ കുര്യന്റെ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയ നന്ദകുമാറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണിത്. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമല്ലേ? അതിന്റെ ഞാനൊരു കാര്യം ഇന്ന് ഞാൻ ആന്റോ ആന്റണിയെ കുറിച്ച് 4 സഹകരണ ബാങ്കുകൾ മൂട്ടിച്ച ആന്റോ ആന്റണിയെ, തകർത്ത ആന്റോ ആന്റണിയും ബ്രദറിനെ കുറിച്ച് ഞാനിന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുള്ളത് കാരണമാണ്. ഇതുപോലെ PJ കുര്യനെതിരെ ഞാൻ തെളിവുമായിട്ട് ഞാൻ വരും. 2-3 തെളിവ് കിട്ടുമ്പോൾ പറയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.